അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ഫ്രൈഡ് ചിക്കൻ റെഡിയാക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നല്ല രുചികരമായി നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉള്ളിൽ സോഫ്റ്റായി വേവായിട്ടുണ്ട്. നല്ല പോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്തെല്ലാമെന്ന് പറയാം. ചിക്കൻ കഴുകി വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കണം. വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റിയെടുത്ത് വെക്കണം. ഈ ചിക്കനിൽ മേലെ വരെ നിൽക്കാൻ കണ്ടുകാണ്ടില്ല വെള്ളം ഒഴിച്ച് കൊടുക്കും. അതിന് പറ്റിയ ഒരു പാത്രത്തിൽ നമ്മൾ ഇത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് എത്രത്തോളം, ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. നല്ല ഒരു നിറച്ചന്നെ ഒരു ചിക്കന്, തൊലി കളഞ്ഞ ചിക്കന് 1 കിലോ ഉണ്ടാവും. ഇതിലേക്കായി ഞാൻ 1 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിന് മേലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ 2 ടേബിൾ സ്പൂണ് സുർക്ക, വിനാഗർ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇത് ഉപ്പൊക്കെ അതിൽ സുർക്കയൊക്കെ നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ 1 മണിക്കൂർ പിന്നെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഉപ്പും ഈ വിനാഗിറൊക്കെ പൊടിക്കാൻ വേണ്ടി മൂടി വെക്കുക കേട്ടോ. 1 മണിക്കൂറിന് ശേഷം ഞാനിതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാൻ പോകുന്നുണ്ട്. നമ്മളൊരു ഓട്ടക്കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കണം. ഈ വെള്ളമൊക്കെ നല്ലപോലെ വാർന്നതിന് ശേഷമാണ് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കേണ്ടത്. കഴുകി വെള്ളം ഊറ്റി വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1 ടീസ്പൂണ് വിനാഗർ, 1 ടീസ്പൂണ് ഉപ്പ്. ഇത്രയും ചേരുവകൾ നമ്മൾ ഇട്ട് നല്ലതുപോലെ കുഴച്ച് വെക്കണം. ഇതിലേക്ക് 1/2 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരും 1/2 കപ്പ് കോൺഫ്ലവറുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 4 ടേബിൾ സ്പൂണ് തൈരും ഉണ്ടാവും. ഇതും കൂടി ഇതിൽ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് നല്ല സെറ്റാക്കിയതിന് ശേഷം പുറത്താണെങ്കിൽ നമ്മൾ 1-2 മണിക്കൂർ വെക്കണം. അതല്ല ഫ്രിഡ്ജിലാണെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കി ഇന്ന് കുഴച്ച് വെച്ച് നാളെ ഫ്രൈ ചെയ്താലൊക്കെ പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ പുറമേണെങ്കിൽ 1-2 മണിക്കൂർ, 1 മണിക്കൂർ നിർബന്ധമായും വെച്ചിരിക്കണം. എന്നാലുള്ളൂ നമ്മുടെ ചിക്കന് ഉള്ളിൽ നല്ല സോഫ്റ്റായി വേവായി കിട്ടുകയുള്ളൂ. അതുപോലെ പുറമെ ക്രിസ്പിയും ആവണം. 1.5 മണിക്കൂറിന് ശേഷം ഞാൻ അത്യാവശ്യം ഒരു 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുക്കണം. എന്നിട്ട് ആ മൈദയിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ട്, ആ മാവിലേക്കുള്ള ഉപ്പ് മതി. എന്നിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തും ഒരേപോലെ സെറ്റാവില്ല എന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. നമ്മളിങ്ങനെ തരിക്കുമല്ലോ, പൊടികളൊക്കെ തരിക്കുമല്ലോ, ആ തരിപ്പ എടുത്തിട്ട് തരിച്ചെടുത്താലും എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും. ഓരോ ചിക്കൻ പീസും നമ്മളിങ്ങനെ ഈ മൈദ മാവിൽ വെച്ചിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്യണം, എന്നാൽ ശരിക്കും അതിൽ ആ മാവ് പിടിക്കുള്ളൂ. അതല്ലാതെ വെറുതെ ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ പിടിക്കില്ല. അങ്ങനെ കൈ വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്യുക.
അമർത്തി പിടിച്ച് കൈ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. മാവ് മേലേക്ക് നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്യണം. അത്യാവശ്യം മാവ് ഇട്ട് കൊടുക്കണം. അപ്പോഴുള്ളൂ നല്ലതുപോലെ അതിൽ മാവ് ഒട്ടിപ്പിടിക്കുക. ഒന്നും കൂടി ഞാൻ പറയാം. നമ്മൾ ചിക്കൻ പീസ് അതിൽ വെച്ചിട്ട് മൈദമാവ് അതിൻ്റെ മേലേക്ക് നല്ലതുപോലെ കോരിയിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ അമർത്തി ചെയ്ത് പ്രസ് ചെയ്യുമല്ലോ നമ്മളിങ്ങനെ, അന്ന പോലെ പ്രസ് ചെയ്യണം. പിരിക്കരുത്, കൈ പിടിച്ച് പിരിക്കരുത് കേട്ടോ. അതുപോലെ മാവ് ഇങ്ങനെ ശരിക്കും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മാവ് അതിൽ പിടിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ളതിങ്ങനെ ചാടിപ്പോരും നമ്മളിങ്ങനെ കുടയുമ്പോൾ. അപ്പോൾ നല്ല പോലെ പ്രസ് ചെയ്താണ് കൊടുക്കേണ്ടത്. എന്നാൽ നല്ല പോലെ അതിൽ മാവ് പിടിക്കും. വീട്ടിലുള്ള ചേരുവ തന്നെ മതി. നമ്മൾ കടയിൽ നിന്നും ബ്രോസ്റ്റ് വാങ്ങിക്കൊണ്ടുവരുന്ന അത്ര നമുക്ക് കാശ് കൊടുക്കുകയും വേണ്ട. എന്നാൽ ഫ്രഷായിട്ട് നമുക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ മാവിൽ മുക്കിയതിന് ശേഷം നമ്മൾ എല്ലാതും ഞാൻ മുക്കിയിട്ടുണ്ട്. ഇങ്ങനെ മുക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ എന്തായാലും വെച്ചിരിക്കണം. അത് അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഉരുളങ്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങിങ്ങാണ്ട് മയനൈസ് ഉണ്ടാക്കുകയാണ്. നമുക്ക് മയനൈസ് പല മുട്ടയൊക്കെ വെച്ചിട്ടാണ് ആദ്യം ഉണ്ടാക്കിയിരുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണെന്ന് പറഞ്ഞതിനാൽ നമ്മളാരും മയനൈസ് കടയിൽ നിന്നും കൊണ്ടുവന്നാൽ തന്നെ കഴിക്കാൻ നമുക്ക് പേടിയാണ്. ഇപ്പോൾ ഓരോരോ ആളുകൾ ഇങ്ങനെ മരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ മയനൈസ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരു ഉരുളങ്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് പൊയിഞ്ഞെടുത്ത് അതിലേക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളി, നമ്മുടെ ഉരുളങ്കിഴങ്ങ് എത്രത്തോളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇതിലേക്ക് ചെറിയ 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാവരും സൺഫ്ലവർ ഓയിൽ കടയിൽ നിന്ന് വാങ്ങുന്നത്. ഞാൻ നമ്മുടെ പ്യുവർ വീട്ടിലുള്ള ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. അത് നമുക്ക് അത്ര വലിയ കേടൊന്നുമില്ല. അതുപോലെ 1/2 ടേബിൾ സ്പൂണ് വിനാഗറും കൂടി അതിലൊഴിച്ച് കൊടുത്തിട്ട് വളരെ കുറച്ച് ഉപ്പിട്ടുകൊണ്ടാണ് ഞാൻ ഉരുളങ്കിഴങ്ങ് പുഴുങ്ങിയത്. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് അടിച്ചെടുക്കാൻ പോവുകയാണ്. കട്ടിയുള്ള മയനൈസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുമുണ്ട് കേട്ടോ കഴിക്കാൻ. നമ്മളെ മയനൈസിൻ്റെ നമുക്ക് ബ്രോസ്റ്റും ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മയനൈസ് ഉണ്ടാവുന്നത് ഒരു ഇഷ്ടമാണ്. അത് ആ പത്താദീസ് ഞാൻ അറബിയിൽ പറയുന്നത് കേട്ടോ. ആ ഗൾഫിൽ നിന്നിരുന്ന പറഞ്ഞെന്ന് ആ ഓർമ്മയിൽ പറയണതാണ്. ഉരുളങ്കിഴങ്ങ് ഫ്രൈ ചെയ്തതിലും അതേപോലെ ബ്രോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ മയനൈസ് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാനൊന്നും കഴിക്കാറില്ല. മക്കളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ കഴിക്കും. ഞാൻ ബ്രോസ്റ്റൊക്കെ കഴിക്കുമ്പോഴുള്ളൂ കഴിക്കാറില്ല. അപ്പോൾ നല്ല പോലെ റെഡിയായി, നമുക്ക് നല്ല കട്ടിയുള്ള മയനൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം രുചിയുമുണ്ട് കേട്ടോ. മയനൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. മൈദയിൽ കോട്ട് ചെയ്തതിന് ശേഷം അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നല്ല പോലെ ചൂടാവണം കേട്ടോ, നല്ലതുപോലെ ചൂടാവണം. ആദ്യം നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട ഉടനെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ സിമ്മിൽ പറ്റ ചെറുതായ തീയാണെങ്കിൽ കുറച്ച് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഒരു 8 മിനിറ്റ് 9 മിനിറ്റൊക്കെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ചിക്കൻ്റെ പുറം ഭാഗം ക്രിസ്പി ആവും, ഉള്ള് ഒട്ടും തന്നെ വേവാകില്ല. അപ്പോൾ നമുക്ക് ഉള്ള് നല്ല പോലെ വേവായി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഇട്ട ഉടനെ മീഡിയം ഫ്ലെയിമിലേക്കാക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇട്ട ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഇട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് മറിച്ചിടുക. അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇളക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് വ്യത്യാസത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ശരിക്കും വേവായി കിട്ടും. അതുപോലെ നിറച്ചിട്ട് കൊടുക്കാതെ സ്പേസ് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. 2-3 പീസ് അല്ലെങ്കിൽ നമ്മൾ വലിയ ഉരുളിയൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ അത്യാവശ്യം ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ മുങ്ങി തന്നെ ഫ്രൈ ആയി വരികയും വേണം. ഏകദേശം വേവായിട്ടുണ്ട്. 8 മിനിറ്റോ 9 മിനിറ്റോ 10 മിനിറ്റോ ഈ 3 മിനിറ്റുകൾ കൊണ്ട് നമ്മളെ ചിക്കൻ വേവായി കിട്ടുള്ളൂ. നമ്മൾ നിറച്ചിട്ടുങ്ങാണ്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മൾ അത്യാവശ്യം എണ്ണയുണ്ടെങ്കിൽ 3-4 പീസ് ഇട്ട് കൊടുക്കുക. അതിന് ഒന്ന് സ്പേസ് വേണം, എന്നാലുള്ളൂ ശരിക്കും വേവായി കിട്ടുക. ഒന്നിച്ചിട്ടുങ്ങാണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ ഏതും ഫ്രൈ ആയും കിട്ടൂല,
ഉള്ളു വേവായി കിട്ടൂല, നമുക്ക് കുറേ സമയം വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ 2-3 പീസ് ഇട്ടിട്ട് കണ്ടോ നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉള്ളു നല്ല വേവായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല ഇത്ര ഒരു 8-9 മിനിറ്റ് 10 മിനിറ്റൊക്കെ നമ്മളിത് പിന്നെ ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. സിമ്മിൽ പറഞ്ഞാൽ വളരെ സിമ്മിലാക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ ഒരു 8 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 പ്രാവശ്യമൊക്കെ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞ് കാണിക്കുന്നത്. നമുക്ക് പിന്നെ വീഡിയോ ഒക്കെ നമ്മളൊക്കെ വീഡിയോ കാണുമ്പോൾ ഒരു പ്രാവശ്യമായി ചിലപ്പോൾ ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. താല്പര്യമുള്ളവർ കേട്ടാൽ മതി. അപ്പോൾ ഇത് ഏകദേശം വേവാനായിട്ടുണ്ട്. രണ്ടാമതിട്ടതും വേവാകാനായിട്ടുണ്ട്. ഇതിൽ 3 പീസൊക്കെ ഇടാം. ഞാനപ്പോൾ 2 പീസ് ഇട്ട് ഇനി ഞാൻ 3 പീസ് ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം വേവാനാകുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ, ഇപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് അത് കിടന്ന് എന്നിട്ട് കോരിയെടുത്താൽ ശരിക്കും എണ്ണയ്ക്ക് അതിൽ പിടിക്കാതെ ശരിക്കും തന്നെ നമുക്ക് കോരിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ 3 പീസ് ഇട്ട് കണ്ടാണ് പിന്നെ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഞാൻ 8 മിനിറ്റൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. സിമ്മിലിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിലിടുക, പിന്നെ അപ്പോൾ തന്നെ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ പിന്നെ വാങ്ങുന്നതിൻ്റെ 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അത് ഒരു 3 മിനിറ്റ് പിന്നെയും ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം കോരിയെടുക്കാൻ. അപ്പോൾ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും ഒക്കെ ഈ ഉരുളങ്കിഴങ്ങ് പാക്കാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഞാനിത്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നല്ല പിന്നെ ബ്രോസ്റ്റിലൊക്കെ ഉള്ള ഉരുളങ്കിഴങ്ങ് പോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉരുളങ്കിഴങ്ങ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാം. അപ്പോൾ ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആവശ്യമുണ്ടാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് അതിലേക്ക് നമ്മളെ ഫ്രൈഡ് ചിക്കനിലേക്ക് കൂട്ടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യമൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളങ്കിഴങ്ങും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ രണ്ടും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രസകരമായി അത് കഴിക്കാൻ പറ്റും ചൂടോടെ തന്നെ. വളരെ ഈസിയായി സിമ്പിളായി നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ച് ഫ്രഷായി നമുക്ക് ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാം. വളരെ കിട്ടിലെ രുചിയിൽ തന്നെ കഴിക്കാനും പറ്റും. ഒരു പിന്നെ മയനൈസും ഒരു തക്കാളി സോസും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റോടെ ചൂടോടെ ഉരുളങ്കിഴങ്ങും പൊരിച്ച് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാനിത് പൊളിച്ച് കാണിച്ച് തരാം. ഇവിടെ നല്ല പോലെ സോഫ്റ്റായി വേവായിട്ടുണ്ട്. ഉള്ളിൽ പുറമേ നല്ല ക്രിസ്പിയും ഉണ്ട് കേട്ടോ. എല്ലാ കഷ്ണവും നല്ല പോലെ വേവായിട്ട് തന്നെ ഉണ്ട്. ഞാൻ അതുപോലെ പുറമേ നല്ല ക്രിസ്പിയുമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാതും ഞാൻ ഓരോന്നും കാണിച്ചു തരാം. എന്നാൽ അത്യാവശ്യം സ്പൈസിയുമാണ് കേട്ടോ. നല്ല രുചി തന്നെയുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് നമുക്ക് ഈ ടൊമാറ്റോ സോസിലും അതേപോലെ മയനൈസിലൊക്കെ കൂട്ടി കഴിക്കാനും അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. ഇനി നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അസ്സലാമു അലൈക്കും.